ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് മക്കളെ വിശേഷം? ഇന്ന് നമ്മൾ 6 മണിക്ക് ചായ വെച്ചിട്ടോ. നമ്മളെ കാൽച്ചായ നമ്മളെ കാലോരം ഉണ്ടതാ. നമ്മളെ ചുട്ടു എന്നല്ല, പിന്നെ അങ്ങനെ അമ്മേൻ്റെ അടുക്ക് പോയി തിന്നലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. വെക്കുവാട്ടാ. വലിയ മോളിട്ട വായിട്ട് ഓളിട്ടിക്കും. വലിയമ്മയുടെ നോക്കാടി മക്കളെ. ഹിറ്റാ ഓളിട്ട വായിട്ട് അവിടെയാണ് അവരെ ഒരു എന്തോ കടിച്ചെന്ന് പറഞ്ഞില്ലേ, അതാണോ നോക്കാടി. എൻ്റെ വാരോലോ ഇങ്ങോളി. അപ്പം അങ്ങനെ മരുന്ന് തേക്കാൻ കൊടുത്തേക്കാണ്. എന്താ ഇപ്പം ചെയ്യുക? എന്തേ കടിച്ചു എന്നാ പൊന്തിക്കൂടി കാടിക്കൂടൊക്കെ നടക്കും. അവിടെ ആത്തിക്കൂടെ കുളക്കൊമ്പിൻ്റെ കൂടെ ഒക്കെ നടന്നില്ലേ. ആ വെട്ടിയപ്പോൾ എന്തേലും അതിൻ്റെ പ്രാണിണ്ടാവും, അത് കടിച്ചിട്ടുണ്ടാവും. നമ്മളാ ഷുഗർ ജീരെ അറിയില്ല. അന്നല്ല ഇവിടെ തട്ടിന്ന് പറഞ്ഞു നിങ്ങൾ. പിന്നെ ഈ വേട്ടാളം ഉണ്ടാവേ. എങ്ങനെ ആയാലും പിന്നെ മേലെ മക്കളെ കഴിക്കും. ഇനിയിപ്പോൾ എണ്ണൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ. സ്പ്രെഡാവുന്നില്ല. നല്ല ആരും എടുത്ത് കൊണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക എൻ്റെ പൊന്നുമക്കൾ. ചായ വഴ നേരം വൈകി സുബൈക്കാ കുടിച്ചത്. എന്നാൽ നീച്ചിട്ട് അവിടെ തന്നെ കടന്നു കുളിച്ചിട്ട്. ഒരു കല്ലിട്ടിട്ട് പോകേണ്ടിയിരുന്നു. അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ട് എങ്ങനെ ചായ കുടിക്കണ ഒരു വൈബ് തന്നെയല്ലേ. മീൻ വത്തലുണ്ട് നന്നാക്കാൻ കിട്ടും. പൊറാട്ട ഇന്ന് രാവിലത്തെ ചായ. ഇന്നലെ ഞാൻ പൊറാട്ട കൂട്ടിട്ടോ. അപ്പോൾ 2 ദോശ എന്നപ്പോൾ എനിക്ക് മതിയായോ. മക്കളെ തിന്നാൻ ഇപ്പോൾ പോളില്ല. അപ്പോൾ ചൂടോട്ട് കൂടുതലായിട്ട് തിന്നാൻ പോലില്ല. ഞാൻ അവിടെ പോയി കടന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കടന്നിക്കാണ്. മറ്റേ രക്തം കുറവായിക്കാണ്. സോൾവായിട്ട് ഒരു പിന്നെ പോലെ അജസ്റ്റിനുള്ള ഗുളികയും തന്നു. നമ്മളെ വളർത്തുള്ള നമ്മളെ സുഹൃത്തിൻ്റെ ക്ലിനിക്ക് തന്നെ ഉണ്ട്. ഫാർമസിസ്റ്റാണ്. ഇവിടെ ഒരു MSc ഡോക്ടർ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയി മക്കളെ. കയ്യും കാലും ഇങ്ങോട്ട് കൊയഞ്ഞിറങ്ങ തരിച്ച് അതൊക്കെ. അപ്പം അങ്ങനെ രക്തത്തിലുള്ള ഗുളിക എഴുതി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി. 5 ദിവസത്തിനുള്ള ഗുളിക എഴുതിയിട്ടുണ്ട്. അപ്പം അത് നേരം ഇന്നലെ ആ ഒരു വരവും പറഞ്ഞിട്ടാണ് കടന്നിക്കാണ്. പിന്നെയാണ് ചായ കുടിച്ചത്. ഈ കാലാവസ്ഥയുടെയാണ്. ഇന്ന് 4 മണിക്ക് എന്തോ ഒരു ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക.
എന്താ മക്കളെ, ഇന്ന് രാജ്യത്തിൽ എന്താ നടക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? 4 മണിക്ക് ജാഗ്രത പാലിച്ചേ പറ്റൂ. ലൈറ്റും ഫോണും പുറത്തുള്ളവരൊക്കെ ഒരു ശബ്ദം മുഴങ്ങും എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ലൈറ്റ് ഓഫാക്കുക, പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് ന്യൂസിൽ. എന്താ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പം ചായയോടെയൊക്കെ കഴിഞ്ഞു മക്കളെ. എണ്ണ ഒന്നും എല്ലാം കുട്ടിട്ടില്ല, അതുകൊണ്ട് ഒരു ട്രിപ്പ് മാത്രമേ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാലോലൊക്കെ. അതിൽ കമൻ്റ് ഇട്ടിക്കണം, എണ്ണക്കടി ഒഴിവാക്കല്ലേ, എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒന്ന് കഴിക്കുക. അപ്പോൾ ആൾക്കാരെ ഒരു കമൻറ്റ്. നമുക്ക് ആഗ്രഹമുള്ളത് കഴിക്കാനാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നിങ്ങൾ ചിന്തിക്കണം. എപ്പോഴും വല്ലപ്പോഴും ഞങ്ങൾ കഴിക്കാറുള്ളൂ. എപ്പോഴൊന്നും ഇങ്ങനെ കഴിക്കുന്ന ആളല്ല. എണ്ണക്കടി ഇങ്ങനെ കരിച്ചത് പൊരിച്ചത് ചിക്കൻ മേടിച്ചാൽ അധികം ഞങ്ങൾ കറി വെച്ചിട്ട് കഴിക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യൽ. എല്ലാവരും എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ എൻ്റേത് കഴിക്കണത് എല്ലാവരും ഓപ്പണല്ലേ. ഞാനത് വീഡിയോ എടുക്കുക, എനിക്കൊരു വീഡിയോ എടുക്കണം, കാണിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൽ കാണിക്കുകയാണ്. എനിക്ക് ദിവസം ഒരു വീഡിയോ വേണമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാത്ത സമയത്ത് അങ്ങനെ കഴിക്കണ വീഡിയോ ഒക്കെ എല്ലാവരും എടുക്കണം, എല്ലാ യൂട്യൂബർമാരും എടുക്കണതാണ്. അങ്ങനെ എടുക്കണം ഞാനും. അല്ല, ഒരാൾ കഴിക്കണ്ട പറയാനൊന്നും ഒരാൾക്കും അവകാശമില്ല. അവനവൻ്റെ ഇഷ്ടത്തിൽ കഴിക്കുക, അതൊക്കെ കൺട്രോളിലാക്കി കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എണ്ണക്കടി കഴിക്കണ്ട എന്ന് പറയാനും നിങ്ങൾക്ക് ആർക്കും അർഹതയില്ല. അങ്ങനെ ആരും പറയും വേണ്ട. നല്ല കമൻ്റ് ഇടുക, നല്ല ലൈക്കും സബ്സ്ക്രൈബറും തരിക, അതാണ് ചെയ്യേണ്ടത്. ഇന്നലെ ഇപ്പോൾ ഒരു ഗിവ് അവേ എന്തായാലും ശരി, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് നല്ലത് ചെയ്താലും അതിന് നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണും ചെയ്യും, പിന്നെ നെഗറ്റീവ് പറയുകയും ചെയ്യും. എന്തിനാ മക്കളെ, നിങ്ങൾക്ക് നല്ല കമൻ്റ് ഇട്ട് ഞങ്ങളൊന്ന് സഹായിച്ചൂടെ? ഞാൻ എന്ത് ചെയ്താലും വേറുള്ളവർ എന്ത് ചെയ്തിട്ടും അവർക്ക് കമൻ്റ് ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ല ചെയ്താലും അതിന് ഒരു നെഗറ്റീവ് കമൻറ്റാണ്, അല്ലെങ്കിൽ വട്ടാണോ പ്രാന്താണോ, ഇതൊക്കെ ആൾക്കാർ. ഇത് മാത്രമേ എനിക്ക് കമൻ്റ് എഴുതാനുള്ളൂ. ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിക്കുന്നു അത്രത്തോളം അപമാനിക്കുന്ന ഒരു രീതിയിലാണ്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യണില്ല എന്നാണ് ഞങ്ങളെ വിചാരം. ഞാൻ കമൻറ്റ് വായിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാതും എനിക്കറിയും. എനിക്ക് പറ്റാത്തത് ഞാൻ വായിക്കൂല, അതെല്ലാവരോടും ഞാൻ പറയണ ഒരു കാര്യമാണ്. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ളതുണ്ടാവും. എനിക്ക് അടിച്ച് പൊളിച്ച് നടക്കണം, നല്ല അന്തസ്സിൽ ഡ്രസ്സ് ഇടണം, അതൊക്കെ തന്നെ എൻ്റേത്. എനിക്ക് വേറെ ആർക്കും കൊടുക്കാനില്ല. പക്ഷേ ഞാൻ എൻ്റെ കുടുംബം നോക്കാനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കും, പാവങ്ങളെന്തെങ്കിലും പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം. അല്ലാതെ എനിക്ക് കുട്ടികളും മക്കളും ഒന്നുമില്ല, ഭർത്താവിന് സുഖമില്ലാതെ ഇരിക്കുകയാണ്. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് മാത്രം അടിക്കുന്നു. എന്നാലും എൻ്റെ വീഡിയോസ് കാണാതെ ഇരിക്കണില്ലല്ലോ. വീഡിയോസ് കാണും ചെയ്യും, പിന്നെ നെഗറ്റീവ് അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടമുണ്ടായിട്ടല്ലേ നിങ്ങൾ തുറന്ന് കാണുന്നത്. പിന്നെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ മോശപ്പെട്ടതൊക്കെയാണ് പറയുന്നത്. അതൊന്നും നല്ലതല്ല. നല്ല രീതിക്ക് നല്ല കമൻ്റ് ഇട്ട് ഒരു സന്തോഷമൊക്കെ തരികയെന്ന് വെച്ചാൽ എന്തിനും ഏതിനും എല്ലാവർക്കും കുറ്റപ്പെടുത്താൻ കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷേ ആ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ മനസ്സെത്രത്തോളം വിങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ കാര്യത്തിലല്ല, എൻ്റെ കാര്യത്തിൽ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്. ഇപ്പം എനിക്ക് മറ്റേ ദേഷ്യം വന്നാലും ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് സെക്കൻഡ് കൊണ്ട് മറക്കണതാണ്. പക്ഷേ ഇപ്പം എനിക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ ഓരോ കമൻ്റ് എഴുതുമ്പോൾ എൻ്റെ മനസ്സുള്ളിൽ എത്രമാത്രം വേദന ഉണ്ട്. ഈ ഒരു തടി കാരണം ഞാൻ എത്രത്തോളം അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കൊണ്ടു, എത്ര പൈസ പൊട്ടിച്ച്
അവസാനം പിന്നെ പരാജയപ്പെട്ടതാണ്. തടി കുറയില്ല എന്നുള്ളതാണ്. ഒരു ശരീരം ഒരു ബലത്തിലുള്ള ഒരു ശരീരമാണ്. പിന്നെ അസുഖങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ രക്തക്കുറവ് സ്വാഭാവികമായിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ കൂടുതൽ വെള്ളമാണ്. എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് എപ്പോഴും ഐസ് പോലെ എൻ്റെ ശരീരം ചൂടുണ്ടാവില്ല. എപ്പോൾ നോക്കിയാലും ഫ്രിഡ്ജിൽ വെച്ച മാതിരി എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ വെള്ളപ്പിൻ്റെ ശരീരമാണ്. കൂടുതൽ ശരീരത്തിലെ അളവ് കൂടുതൽ വെള്ളമാണ്, രക്തത്തിൻ്റെ അളവ് കുറവാണ്. എല്ലാ ഡോക്ടർമാരും പറയാറുണ്ട്. എനിക്ക് എത്ര വെള്ളം കുടിച്ചിരുന്നല്ല അമ്മനോട് പോയിട്ട് ഒരുപാട് വെള്ളം കുടിച്ചിട്ടാ എത്രയൊരു വെള്ളം ഒരു ദിവസം അതുപോലെ വിയർത്ത് പോകുന്നുണ്ട്. മൂത്രമൊഴിച്ച് അങ്ങനെയും പോകുന്നുണ്ട്, വിയർത്ത് പോകുന്നുണ്ട്. ഞാനൊക്കെ മുറ്റടിച്ച് കഴിയുമ്പോഴത്തേന് എൻ്റെ ഡ്രസ്സാകെ നനഞ്ഞൊഴുകിയിട്ടുണ്ടാവും. അത്ര പോലും വിയർപ്പാണ്. ചിലർ പറയും ആരോഗ്യത്തിൻ്റെ ഒരു ഇതാണെന്ന്, ചിലവർ ക്ഷീണിച്ചാലല്ലേ വിയർക്കുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എനിക്കറിയില്ല. അപ്പോൾ മക്കളെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക. നിങ്ങൾ നല്ലപോലെ ഒന്ന് സങ്കടപ്പെടുത്തുന്ന കമൻറ്റ് നിങ്ങൾ മേലാലിടല്ല പൊന്നു മക്കളെ. എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ തടി കാരണം ഞാൻ എത്രത്തോളം അനുഭവിക്കുന്നു വെച്ചാൽ, ആൾക്കാരെ പരിഹാസം, പുറത്ത് പോയി കഴിഞ്ഞാൽ കളിയാക്കി ചിരിക്കലും എത്രത്തോളം ഉണ്ടെന്നറിയോ. അതൊക്കെ ഈ മതി മറന്നിട്ട് ഞാൻ ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ കുറേ പരിശ്രമിച്ചതാണ് തടി കുറയാൻ. പക്ഷേ എന്തൊക്കെ ചെയ്തു ഒരു ഫലവും കണ്ടില്ല. അവസാനം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മക്കളെ, അസ്സലാമു അലൈക്കും.